നമ്മുടെ ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കാനായി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് സാറിനെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ വേദിയിലുള്ള ഡോക്ടർ MR തമ്പാൻ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ, വേദിയിലുള്ള ശ്രീമതി സോണിയ മൽഹാർ, ശ്രീ പ്രകാശ് വള്ളംകുളം, ശ്രീമതി രമ്യ മനോജ്, ഈ പത്രത്തിൻ്റെ മറ്റ് നേതൃത്വം വഹിക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കർമ്മശക്തി പത്രത്തിൻ്റെ 15ാം വാർഷികാഘോഷം ആണിന്നിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 2009 ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന ഈ പത്രത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഞാൻ ആദ്യമായിട്ട് നേരുകയാണ്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പത്രങ്ങളും മാസികകളും ആനുകാലികങ്ങളും ഉള്ള നാട് നമ്മുടെ കേരളമാണ്. വാർത്താ ചാനലുകൾ തന്നെ എത്രയാ, 18-ലധികമുണ്ട്. ഇപ്പം നേരത്തെ തമ്പാ സാർ പറഞ്ഞൊരു ഓൺലൈൻ കൂടി ആരംഭിക്കണമെന്ന്. അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിൽ 100 കണക്കിനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിനകത്ത് വലിയ സ്വാധീനം ഇന്ന് ചെലുത്തുന്നുണ്ട്. പത്രങ്ങളും ആനുകാലികങ്ങളും ഓൺലൈൻ ഇടപെടലുകളും എല്ലാം തന്നെ സമൂഹത്തിൻ്റെ തിരുത്തൽ ശക്തികളായി മാറണമെന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും സങ്കല്പം. പക്ഷേ പലപ്പോഴും നേർവിപരീതമായിട്ടുള്ള കാര്യങ്ങളും വന്നു ഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ നടക്കുന്ന മാധ്യമ പ്രവർത്തനമൊക്കെ എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്, അല്ലേ? സിനിമാ താരങ്ങളൊക്കെ വരുമ്പോൾ, അല്ലേ, ചില ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ ചിത്രീകരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതൊക്കെ കാണിക്കാനാണ് അവർ വരുന്നതെന്ന്. അപ്പം അങ്ങനെ തെറ്റായ രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ അതും മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തെറ്റായ വാർത്തകളെ വക്രീകരിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യും, അല്ലേ? ചില എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഭാഗം കാണാം, ആ നെഗറ്റീവ് ഭാഗത്തെ എടുത്ത് പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള പ്രവണതകൾ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും 4ാം തൂണ് എന്ന നിലയ്ക്ക് വലിയ പങ്കുള്ളതാണ്. അത് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ, നമ്മുടെ നാടിൻ്റെ വിവിധ വികസന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തെറ്റായ നടപടികളെ ചൂണ്ടിക്കാണിക്കാൻ. അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായ ഒരു നിഷ്പക്ഷതയുടെ ഒരു ഇടം അവിടെ കൊടുക്കാനും നമ്മൾ തയ്യാറാകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ പലപ്പോഴും എന്നെ പത്രമാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വിളിക്കും, വൈകുന്നേരത്തെ ചർച്ചയുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ ഞാൻ പല സന്ദർഭത്തിൽ ഞാൻ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ പോകേണ്ടതായിട്ടും വരും, ചില സമയത്തൊക്കെ പോകേണ്ടതായിട്ടും വരും. അപ്പം ഞാൻ പോവാതിരിക്കുന്നൊരു കാര്യം അവിടെ പോയി വരുന്ന ചർച്ചകളെ നേരിടാനോ അല്ലെങ്കിൽ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനോ കഴിയാത്തതുകൊണ്ടൊന്നുമല്ല. പലപ്പോഴും നിഷ്പക്ഷമല്ലാത്ത നിലപാടുകൾ അവതാരകൻ തന്നെ അങ്ങ് എടുക്കും, അല്ലേ? ഈ ചർച്ച നയിക്കാനിരിക്കുന്ന അവതാരകൻ പലപ്പോഴും ആദ്യമേ ഒരു മുൻകൂർ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ചർച്ചയിൽ ഇടപെടുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ തിരുത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കർമ്മശക്തി പത്രം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി അവരുടെ ഈ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. 15 വർഷങ്ങൾ പിന്നിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രബലമായ മാധ്യമ ശൃംഖലയുടെ ഇടയിൽ നിന്നാണ്, അല്ലേ,
ഒരു കൊച്ചു പത്രം, അതിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ വികസന പ്രശ്നങ്ങളിലും മറ്റുമൊക്കെ തന്നെ കൃത്യമായി ഇടപെടാൻ ഈ കർമ്മശക്തിയുടെ സാരഥികൾക്ക് കഴിയട്ടെ. അവരുടെ ഒരു ടീം വന്ന് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു, ഇവിടെ നിൽപ്പുണ്ട് അവർ, ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു നല്ല ഇടപെടൽ നടത്താൻ അവർക്ക് കഴിയട്ടെ. ഈ കൂടുതൽ വികസനത്തിലേക്ക് അവർ വരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നേരത്തെ തമ്പാൻ സാർ പറഞ്ഞതുപോലെ പൂജവെപ്പും നവരാത്രി മഹോത്സവത്തിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ 1-2 പരിപാടികളിൽ ഞാൻ 4 മണിയാണ് ഇവിടെ പറഞ്ഞത്, പക്ഷേ കഴക്കൂട്ടത്ത് നിന്ന് എത്താൻ അല്പം സമയം എടുത്തു. അതാണ് അല്പം വൈകിയത്. സദയം ക്ഷമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 15ാം വാർഷികാഘോഷ പരിപാടികൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ച വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് കർമ്മോത്സവം, കർമ്മശക്തി പത്രം വ്യത്യസ്ത മേഖലകളിലുള്ള പ്രതിഭകളെ ആദരിക്കുകയാണ്. കർമ്മോത്സവം 2024 പ്രതിഭ